മഹ്ദി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മഹ്ദി വിഷയത്തിൽ തർക്കങ്ങൾ വരാൻ കാരണം ഷിയാക്കളുടെ ഏറ്റവും വലിയ ഒരു അവലംബമാണ് മഹ്ദി എന്നുള്ളത്. അത് ഒറിജിനൽ മഹ്ദി അല്ല, ഒരു വ്യാജമായി ഉണ്ടാക്കിയതാണ്. ഷിയാക്കൾ രണ്ടു തരം വിശ്വാസങ്ങൾ മഹ്ദി വിഷയത്തിലുണ്ട്. ഷിയാക്കൾ ഇസ്നാ അശ്രികൾ എന്ന വിഭാഗമുണ്ട്. ഓരോ വാദപ്രകാരം നബിക്ക് ശേഷം 12 ഇമാമുമാർ ലോകത്തുണ്ടാകും. ആ 12 ഇമാമിയങ്ങളും മഅസൂമികളാണ്, കുറ്റമുക്തരാണ്, പാപമുക്തരാണ്, അവർക്ക് തെറ്റുപറ്റൂല. അവിടെ ആ 12 ഇമാമിയങ്ങൾ എന്ത് കൽപ്പിച്ചാലും അതെല്ലാം അനുസരിച്ചോളണം, തെറ്റുപറ്റാത്തവരാണ്. അങ്ങനെ അവർ ഒന്നാമത്തെ ഖലീഫയുടെ അലിയെ എണ്ണി, പിന്നെ ഹസൻ ഹുസൈൻ, ജാഫർ സാദിഖ്, സൈനുൽ ആബിദീൻ, മൂസൽ കാദിമിനെ എണ്ണി പോന്നിട്ട് 11 ആളുകളെ അവരെ എണ്ണി. 11ാമത്തെ ഖലീഫക്ക് മക്കളുണ്ടായില്ല. അപ്പൊ ഓരോ വാദം പൊടിയാണ്. 12 ഇമാമുണ്ടാകുന്ന നബി പറഞ്ഞപ്പോ 11ാമത്തെ കുട്ടികളില്ല. അപ്പൊ പിന്നെ ഇല്ലല്ലോ, അവിടെ അവസാനിക്കരുത്. അപ്പൊ ഒരു കള്ളക്കഥ ഉണ്ടാക്കി. മൂപ്പരമാരെ പ്രസവിച്ചു, ആൺകുട്ടിയാണ്. പ്രസവിച്ച ഉടനെ കുട്ടി ആകാശത്തേക്ക് കയറിപ്പോയി. ഇനി ആ കുട്ടി ഖിയാമത്തിന്റെ അവസാനം മുന്നോടിയായിട്ട് വരും. അതാണ് മഹ്ദി, അതാണ് 12ാമത്തെ ഇമാം. ആ മഹ്ദിയെ കാത്തിരിക്കാണ് ഷിയാക്കൾ ഒന്നാകെ. ഇമാം ഷാത്തിബിയുടെ കിതാബുൽ ഇത്സാമിൽ ഷിയാക്കളുമായി നടത്തിയ ഒരു വാദപ്രതിവാദം പറയുന്നുണ്ട് ഈ വിഷയത്തിൽ, മഹ്ദി വിഷയത്തിൽ. അപ്പൊ അന്ന് ഇവര് പറഞ്ഞു മഹ്ദി വരാനായിട്ടുണ്ട്, അടുത്ത മഹ്ദി വരും, ഞങ്ങൾ മഹ്ദിയെ കാത്തിരിക്കുകയാണ്. അപ്പൊ അലുസുന ഇമാം ചോദിച്ചു മഹ്ദി എപ്പോഴാ വരിക? എല്ലാവരും ഫസാദായി കഴിഞ്ഞാൽ മഹ്ദി വരുന്നതാണ്. അപ്പൊ ഇദ്ദേഹം ഫസാദായി കഴിഞ്ഞാൽ മുമ്പിലേക്ക് വരാലോ. ഓരോ കണക്കിന് ബാക്കി എല്ലാവരും ഫസാദിക്കുന്നത്, ഷിയാക്കൾ മാത്രം നല്ലതുള്ളൂ. അപ്പൊ നിങ്ങൾ മുമ്പ് തടഞ്ഞു വെക്കണ്ട, നിങ്ങൾ കൂടി ഫസാദായാല് മഹ്ദിക്ക് വരാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉത്തരം മുട്ടിയതാണ് ഇത് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി അവർ ഒരുപാട് കഥകൾ മഹ്ദിയുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഹദീസുകൾ വ്യാജമായി നിർമ്മിച്ചു വിട്ടു മഹ്ദിയുടെ പേരും പറഞ്ഞിട്ട്, മഹ്ദിയുടെ വിശേഷണങ്ങളും മഹ്ദിയുടെ പ്രവർത്തനം വിശ്വസിച്ചുകൊണ്ട്. അലിയാണ് മഹ്ദിയായിട്ട് വരിക എന്ന് വിശ്വസിക്കുന്നവരും ഷിയാക്കളുണ്ട്. അലി അതിന് വഫാത്തായിട്ടില്ല എന്നും അദ്ദേഹം ആകാശത്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നും അവസാന കാലത്ത് മഹ്ദി ആയിക്കൊണ്ട് അലി ഇറങ്ങി വരും എന്ന് വിശ്വസിക്കുന്നവരും ഷിയാക്കളിൽ ഉണ്ട്. എന്നാൽ ലാ മഹ്ദിയ ഇല്ലാ ഈസ, ഈസാ നബി അല്ലാത്ത വേറെ മഹ്ദി ഇല്ല എന്ന കള്ള ഹദീസും വ്യാജമായി നിർമ്മിച്ചു വിട്ടിട്ടുമുണ്ട്. അപ്പൊ മഹ്ദി വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം ഹദീസുകൾ വ്യാജനിർമ്മിതമായി ചരിത്രത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. എന്നാൽ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ മഹ്ദിയുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വരുന്ന കാലത്ത് മഹ്ദി ഇവിടെ ഉണ്ടാകുമെന്നാണ് ഹദീസിൽ മനസ്സിലാകുന്നത്. നബി തങ്ങൾ പറഞ്ഞു, എന്റെ പേരും അദ്ദേഹത്തിന്റെ പേരും ഒന്നായിരിക്കും, എന്റെ പിതാവിന്റെ പേരും മഹ്ദിയുടെ പിതാവിന്റെ പേരും ഒന്നായിരിക്കും. അഥവാ മഹ്ദി അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നായിരിക്കും മുഹമ്മദിന്റെ പേര് മുഹമ്മദാണ്, ബാപ്പാന്റെ പേര് അബ്ദുള്ളയുമാണ് എന്ന് മനസ്സിലായി. ഈസാ നബി ഇസ്ലാം വരുന്ന കാലത്ത് മഹ്ദി ഇവിടെ ഉണ്ടാവും. ഈസാ നബിയോട് നിസ്കാരത്തിൽ ഇമാം നിൽക്കാൻ കൽപ്പിക്കുമ്പോൾ ഈസാ നബി ഇസ്ലാം പറയും, നിങ്ങളെ ഇമാം നിൽക്കട്ടെ എന്ന് പറയും. അഥവാ ആ ഇമാം ഉദ്ദേശിച്ചത് മഹ്ദിയാണ്. ഇങ്ങനെയുള്ള വിശേഷങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്.